السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായ പ്രയാസമുള്ള ആളുകൾ, ശാരീരികമായ പ്രയാസമുള്ള ആളുകൾ, മാനസികമായ പ്രയാസമുള്ള ആളുകൾ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, മഹാന്മാര് പഠിപ്പിച്ച, ഔലിയാക്കൾ പഠിപ്പിച്ച ദിക്ർ ദുആ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖാജ മുഈനുദ്ദീനിൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖുതുബിൽ ആലം സിയം വലില്ലാഹിൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖദർ അലൈഹിസ്സലാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലിൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തുകളുടെ ബർക്കത്ത് കൊണ്ട് സർവ്വ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റി തരണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. നിന്റെ രക്ഷ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ആദ്യം നമ്മൾക്ക് അല്പം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കുക. ആത്മാർത്ഥതയോടുകൂടെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്കും ആ പ്രയാസങ്ങൾക്കൊക്കെ സ്വലാത്തുൽ ഫാത്തിഹ പരിഹാരമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ
سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم
العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم الله قبول ചെയ്യട്ടെ ഫാത്തിഹത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് നൽകട്ടെ ഈമാൻ നൽകട്ടെ മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ് ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ ചപ്പ് ചവറുകളാണ് ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല അല്ലാഹ് പക്ഷേ തരാൻ തരപ്പെട്ടവൻ നീയാണ് നിന്നോട് ചോദിച്ചോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുത്തുനബിയുടെ സ്വലാത്തുൽ ഫാത്തിഹ് മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാഹ് സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി തരണേ അല്ലാഹ് അറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളോട് ഈ സ്വലാത്തുൽ ഫാത്തിഹ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആത്മീയമായ ചൂഷണങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ആത്മീയമായ ചൂഷണത്തിൽ അധികവും അകപ്പെടുന്നത് പാവപ്പെട്ട ഉമ്മമാരും പാവപ്പെട്ട സഹോദരിമാരും പാവപ്പെട്ട സഹോദരന്മാരുമാണ് വീടില്ലാത്ത ആളുകള് ജോലിയില്ലാത്ത ആളുകള് മക്കളുടെ വിവാഹം ശരിയാകാത്ത ആളുകള് ഇങ്ങനത്തെ ആളുകളാണ് ആത്മീയമായ ചൂഷണത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ സാധുവായ എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം എന്റെ മുത്തു മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അടുത്തൊരു ഭാര്യയും ഭർത്താവും എന്റെ അടുക്കലേക്ക് വരികയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ഞാൻ അവർക്ക് ഒരുപാട് ദിക്റുകൾ പറഞ്ഞു കൊടുത്തു മഹാന്മാര് പഠിപ്പിച്ച സ്വലാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ സഹോദരി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് വളരെ സങ്കടത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ സഹോദരി എന്നോട് പറയാണ് ഉസ്താദെ നമ്മളെ മജ്ലിസ് നമ്മൾക്കൊന്ന് വൈറലാക്കണം നമ്മളെ മജ്ലിസ് നമ്മൾക്ക് എല്ലാവരിലേക്കും എത്തിക്കണം നമ്മളെ സമൂഹത്തിലേക്ക് എത്തിക്കണം അപ്പൊ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു എങ്ങനെയാണ് നമ്മളെ മജ്ലിസ് വൈറലാക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു ഉസ്താദെ ഞാനും എന്റെ കൂട്ടുകാരത്തികളും നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസിന്റെ പേര് വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി നമ്മളെ മജ്ലിസിന്റെ ഒരുപാട് പോരിശകള് ഞങ്ങൾ ആ മജ്ലിസിൽ ചർച്ച ചെയ്യും ഈ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും മറ്റുള്ള സമൂഹത്തിലേക്കും ഞങ്ങൾ എത്തിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ഉസ്താദിന്റെ മജ്ലിസിന്റെ ചുവട്ടില് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിറവേറി എന്ന് പറഞ്ഞ് എഴുതിവിടാം ഞങ്ങളെ വിവാഹം ശരിയായി മക്കളുടെ ജോലി ശരിയായി ജയിൽ മോചനം ഉണ്ടായി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മജ്ലിസിന്റെ ചുവട്ടിൽ ഞങ്ങൾ ഫൈക്കടി വെച്ചിട്ടും ഞങ്ങളെ പേര് വെച്ചിട്ടൊക്കെ ഞങ്ങൾ എഴുതിവിടും അങ്ങനെ എഴുതി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുമെന്ന് അങ്ങനെ ഞങ്ങൾ അതിന് വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഉസ്താദ് എന്തെങ്കിലും കമ്മീഷൻ തന്നാ മതിയെന്ന് ഈ സഹോദരി പറഞ്ഞപ്പോ
എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഈ ഒരു ഐഡിയ, ഈ ഒരു അറിവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പൊ ആ സഹോദരി പറയാണ്, ഞാനും എന്റെ കൂട്ടുകാരും നമ്മളെ കേരളത്തിലുള്ള പല മജ്ലിസുകൾക്കും വർക്ക് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ഉമ്മമാരെ പറ്റിക്കാൻ, ഉപ്പമാരെ പറ്റിക്കാൻ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതും സഹോദരിയാണെന്ന് പറയുമ്പോ, സഹോദരിമാരാണെന്ന് പറയുമ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഈ മജ്ലിസ് ഉണ്ടാക്കാൻ ഞാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ ഞാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ മജ്ലിസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഒരാളുടെയും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമല്ലാതെ മറ്റാരുടെ സഹായവും നമ്മൾക്ക് ആവശ്യമില്ല എന്ന് കൃത്യമായി ആ സഹോദരിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിത് നിങ്ങളെ മുമ്പിൽ പറയാനുള്ള കാരണം, ഇതാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നടക്കുന്ന മിക്ക മജ്ലിസുകളുടെയും അവസ്ഥ. ഒരുപാട് മജ്ലിസുകളുടെ ചുവട്ടിൽ നിങ്ങളെ കമന്റുകൾ കാണും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്, ജയിൽ മോചനം കിട്ടിത്രേ, അതല്ലെങ്കിൽ വിവാഹം ശരിയായിത്രേ, പെട്ടെന്ന് വീടുണ്ടായിത്രേ, പെട്ടെന്ന് ജോലി കിട്ടിത്രേ, ആ മജ്ലിസാണ് നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ മജ്ലിസിൽ പങ്കെടുക്കുകയും നിങ്ങൾ പറ്റിക്കപ്പെടുകയും ചെയ്യുകയാണ്. പിന്നെ ആ മജ്ലിസിൽ നിന്ന് നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയാണ്. എന്തിനാണ് ഈ മജ്ലിസ് നടത്തുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് ഗൂഗിൾ പേ കൊടുക്കുന്നത്? ഗൂഗിൾ പേ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത്? ഈ മജ്ലിസ് കാണുന്ന ആളുകൾ തന്നെ പാവപ്പെട്ട ആളുകളാണ്, വീടില്ലാത്ത ആളുകൾ, കടത്തിൽ മുങ്ങിയ ആളുകളാണ്. അവരെ മുമ്പിലേക്ക് എന്തിനാണ് ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, തട്ടിപ്പിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും വലിയ അടയാളമാണ്. ക്യാഷ് ചോദിച്ചോ, അപ്പങ്ങൾ മനസ്സിലാക്കിക്കോളും ഇത് തട്ടിപ്പാണ്, ഇയാളെടുത്ത് ആത്മീയത ഒന്നുമില്ല എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസിൽ ചെല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ മഹാന്മാര് പഠിപ്പിച്ചതാണ്, ഔലിയാക്കൾ പഠിപ്പിച്ചതാണ്. ആരോടും ഇല്ലാ കറാമത്തുകൾ പറഞ്ഞ് കമന്റിൽ എഴുതിവിടാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ മജ്ലിസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പോരിശ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ആരെയും അറിയിച്ചിട്ടില്ലല്ലോ. ഉസ്താദെ ജോലി ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ നിന്ന് മോചനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ഒരാളെയും പറയാൻ ഏൽപ്പിച്ചിട്ടില്ല, ഞാനത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആത്മീയമായ തട്ടിപ്പിൽ നിങ്ങൾ ആരും അകപ്പെട്ടു പോകരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളോട് വളരെ സങ്കടത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീഥി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയാകും വഇയാഹും. അവസാന കാലഘട്ടമെത്തുമ്പോ കളവ് പറയുന്ന ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യും. ഞാൻ മഹാനാണ്, എനിക്കൊരുപാട് കറാമത്തുകളുണ്ട്, എന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഈ മജ്ലിസിലേക്ക് കടന്നു വന്നാൽ നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യും. നിങ്ങളെ വാപ്പ കാരണവന്മാർ കേൾക്കാത്ത കറാമത്തുകൾ അവർ പറയും, ഇല്ലാ കഥകൾ പറയും, ഇല്ലാ കറാമത്തുകൾ പറയും, ഇല്ലാ അത്ഭുതങ്ങൾ പറയുകയാണ്. മമ്പുറം തങ്ങൾക്കില്ലാത്ത കറാമത്ത് ഞങ്ങൾക്കുണ്ട്, അതുപോലെ ഉമർ ഖാലിഖ് തങ്ങൾക്കില്ലാത്ത കറാമത്ത് ഞങ്ങൾക്കുണ്ട്, മഹാനായ CM വലിയുള്ളാഹി തങ്ങൾക്കില്ലാത്ത കറാമത്തൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ മജ്ലിസിലേക്ക് കടന്നു വരൂ. മജ്ലിസിലേക്ക് ആളുകൾ കൂടാൻ വേണ്ടി പല നുണകളും പറയും, പല കറാമത്തുകളും പറയും. അത് നിങ്ങൾ വിശ്വസിക്കരുതേ. നിങ്ങൾ ആ കളവ് പറയുന്നവരെയും നിങ്ങളെ ശരീരത്തിനെയും സൂക്ഷിക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ, മദീനയിലെ താജദാരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുമ്പേ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ എന്താ സംഭവിച്ചത്? മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാള് സുബ്ഹാനല്ലാഹ് CM വലിയുള്ളാഹിയെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ആ മജ്ലിസിൽ ഇങ്ങനെ പറയാണ്. പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുക, പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഉസ്താദുമാരെയും കുറ്റം പറയാ, പണ്ഡിതന്മാരെയും കുറ്റം പറയാ, CM വലിയുള്ളാഹി തങ്ങളെ പേരിൽ ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞ് അയാൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യക്ക് പ്രസവ വേദന വന്നപ്പോൾ പോലും അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല. ആ വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുകയാണ്. ഇതാണ് അന്ധമായ വിശ്വാസം. ഈ വിശ്വാസത്തിലേക്കാണ് അതാ പണ്ഡിത വേഷധാരികൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിൽ നിങ്ങൾ അകപ്പെടരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ദിക്റുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്ക്, നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറും. അലാ
ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ ചൊല്ലാതെ സമാധാനം ഉണ്ടാവൂല, ദിക്ർ ചൊല്ലാതെ നമ്മളെ ടെൻഷൻ മാറൂല. ഇത് എവിടെയെങ്കിലും ഒരാൾ ആത്മീയമായ ചികിത്സ നടത്തുന്നുണ്ട് എന്ന് കേട്ടാൽ നമ്മളെ സഹോദരിമാര് ബാഗും തൂക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അയാൾ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം ഈമാണ്ട് അയാൾക്ക്, എത്രത്തോളം ചികിത്സ അറിയുമെന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ടേക്ക് പോകുന്ന ചില ഉമ്മമാരുണ്ട്. ഉമ്മമാരെ, അങ്ങനത്തെ കെണിയിൽ അകപ്പെട്ടുകൊണ്ട് നിങ്ങളെ സമ്പത്ത്, ഇല്ലാത്ത സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അത് ചെലവഴിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കടത്തിന്റെ കെണിയിലേക്ക് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുറച്ചു മുമ്പ് നമ്മളെ മജ്ലിസ് കാണുന്ന ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾ ഒരു ആത്മീയമായ മജ്ലിസ് നടത്തുന്ന ഒരാളെ പോയി കണ്ടു. ഇയാളെ പോയി കാണാനുള്ള കാരണം ഞങ്ങളെ സ്വർണം കളവ് പോയി, സ്വർണം കാണാനില്ല. അങ്ങനെ സ്വർണം ലഭിക്കാൻ വേണ്ടി ഈ ആത്മീയമായ മജ്ലിസ് നടത്തുന്ന ആളെ പോയി കണ്ടു. അയാൾ പറഞ്ഞു, അത് ഞാൻ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കുറച്ച് ക്യാഷ് വാങ്ങി വെച്ചു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ പിന്നെയും അയാൾ ക്യാഷ് വാങ്ങി, പിന്നെയും പറഞ്ഞു നിങ്ങൾ അടുത്ത ആഴ്ച വരണമെന്ന്. അങ്ങനെ അടുത്ത ആഴ്ച ആ സഹോദരി വന്നു. ആ സഹോദരിയെ കളിയാക്കി തിരിച്ചു വിടുകയാണ്. കളഞ്ഞുപോയ സാധനമൊക്കെ ഇപ്പൊ എങ്ങനെ കിട്ടുക എന്ന് വെച്ചിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ആ സഹോദരിയെ തിരിച്ചു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സഹോദരിയുടെ 2 ആഴ്ച ആ സഹോദരിയുടെ അടുക്കൽ നിന്ന് ക്യാഷ് വാങ്ങിയ ആള് പിന്നെ ആ സഹോദരിയെ കളിയാക്കി വിടുകയാണ്. ഇതാണ് നമ്മളുടെ നാടുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് അത്തരം ചൂഷകന്മാരിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. നമ്മൾക്ക് റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്തുകളുണ്ട്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളുണ്ട്, മമ്പുറം തങ്ങളുടെ മഖ്ബറയുണ്ട്, CM വലിയുള്ളാഹി തങ്ങളെ മഖ്ബറയുണ്ട്, അജ്മീർ ഖാജ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതാം, ഏർവാടി ശുഹദാക്കളെ പേരിൽ ഫാത്തിഹ ഓതാം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതാം. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ എല്ലാ ദിവസവും മുത്തുനബിയുടെ പേരിലും അതുപോലെ തന്നെ അജ്മീർ ഖാജ തങ്ങളെ പേരിലും 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേരിലും CM വലിയുള്ളാഹി തങ്ങളെ പേരിലും അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പേരിലും റിഫായി ശൈഖ് തങ്ങളെ പേരിലും ബദ്രീങ്ങളെ പേരിലും സ്ഥിരമായി ഒന്ന് ഫാത്തിഹ ഓതി നോക്കി. നിങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറും. ഒരു അപകടത്തിലും നിങ്ങൾ പെടൂല. ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചെന്നതാ. ഇതൊക്കെ ഇട്ടേച്ചുകൊണ്ട് എങ്ങോട്ടാണ് നമ്മൾ ബാഗും തൂക്കി പോകുന്നത്? ബാഗും തൂക്കി പോകലുണ്ടാവും. നിങ്ങളെ സമയം വേസ്റ്റ് എന്നല്ലാതെ ഒന്നും നിങ്ങൾക്ക് നേടാനില്ല. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടം എത്തുമ്പോ ഇങ്ങനെയുള്ള ഇല്ലാ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്യുമെന്ന്. അധികം പറയണം, മുത്തുനബിയുടെ വഫാത്തിന് ശേഷം ഞാൻ നബിയാണെന്ന് പറഞ്ഞു വന്നില്ലേ? അലി റളിയല്ലാഹു അൻഹു നബിയാണെന്ന് പറയുന്ന ആളുകളില്ലേ? മുസൈലത്തുൽ കദ്ദാബ് പറഞ്ഞു ഞാനാണ് ഇനി പ്രവാചകൻ എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ചൂഷകന്മാർ നബിയുടെ കാലത്ത് തന്നെയുണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞങ്ങളെ ദറജ നീ ഉയർത്തി തരണേ അല്ലാ. ഈ തസ്ബീഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും അകറ്റണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് നമ്മളെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഇസ്മാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക. നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഹസീബു യാ അല്ലാഹ്, 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 യാ ഹസീബു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. അസ്മാഉൽ ഹുസ്നകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും സ്വലാത്തുൽ ഫാത്തിഹയും എല്ലാം അല്ലാഹു കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി സാധുക്കളായ പാപികളായ ദോഷികളായ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം
يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയത് മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് എല്ലാ വേദനകളും അകറ്റണേ അല്ലാഹ് കേറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഞങ്ങളെ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഭദ്രതയും നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ല ഉള്ള ജോലിയിൽ ബറക്കത്തും സാലറിയിൽ വർധനവും നൽകണേ റഹ്മാനെ പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കല്ല സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ് വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ് എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ലാഹ് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് നൽകണേ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് അക്ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ സ്വാലീഹങ്ങളാക്കണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് ദുസ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ് ദുസ്വഭാവങ്ങൾ മാറ്റണേ അല്ലാഹ് ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങളെ മക്കളെ സംരക്ഷിക്കണേ അല്ലാഹ് ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ് മോശമായ ജീവിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ഐക്യമുള്ള ജീവിതം നൽകണേ അല്ലാഹ് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് പിശാചിന്റെ റൂഹാനിയത്ത് പോലെ ശത്രുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ എല്ലാ മേഖലകളിലും കച്ചവടങ്ങളിലും ജോലികളിലും ഞങ്ങളെ കുടുംബത്തിലും വീട്ടിലും മക്കളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ് നിന്റെ സഹായം നൽകണേ അല്ലാഹ് നിന്റെ കാരുണ്യം നൽകണേ അല്ലാഹ് ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ് 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും കുടുംബത്തിനും നൽകണേ റഹ്മാനെ ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരുപാട് ഉപ്പമാര് സഹോദരിമാര് സഹോദരന്മാര് അവരെ നീ കാക്കണേ അല്ലാഹ് എന്നും ഈ മജ്ലിസ് കാണുന്നവരുണ്ട് അവർക്ക് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മുഴുവനും ബർക്കത്ത് നൽകണേ അല്ലാഹ് എല്ലാ അനുഗ്രഹവും നൽകണേ അല്ലാഹ് എല്ലാ കാവലും നൽകണേ അല്ലാഹ് അവരെ ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും ജോലിയിലും സമ്പത്തിലൊക്കെ നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് അയൽവാസികള് സ്നേഹിച്ചവര് സഹായിച്ചവര് വല്യപ്പൂല്ലമ്മമാര് അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾ മുഅ്മിനീങ്ങൾ മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ട് അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ് സ്വർഗ്ഗമാക്കണേ അല്ലാഹ് റാഹത്തിലാക്കണേ അല്ലാഹ് അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് നല്ല മരണം നൽകണേ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ സ്വർഗ്ഗം കണ്ടു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കല്ലാ എല്ലാ ഹാജത്തുകളും സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് നിറവേറ്റി കൊടുക്കല്ലാ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തിനെ സ്വപ്നം കാണാൻ മക്കയും മദീനയും കാണാൻ ഹജ്ജും തവാഫും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് സ്വീകരിക്കണേ
നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ നീ സംരക്ഷണം നൽകണേ അല്ലാ. ഫലസ്തീനിലുള്ള ജനതകൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. ഏറ്റെടുക്കണേ അല്ലാ. ഇനി എന്നും ഞങ്ങളെ മജ്ലിസ് നടത്താനുള്ള ആഫിയത്തും ആരോഗ്യവും ഇത് കാണാനും ഇത് പറയാനും എനിക്കും ഈ മജ്ലിസ് കാണുന്നവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എൻ്റെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളോട് പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ ദിവസവും 1 മണിക്ക് നമ്മളെ മജ്ലിസിൽ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതും എൻ്റെ മുത്തു മുഅ്മിനീങ്ങൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവർക്ക് അത് കാണണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ 6 മണിക്കുള്ള മജ്ലിസുകൾ പങ്കെടുക്കുക. ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും സ്വലാത്തുൽ ഫാത്തിഹയും ചൊല്ലുക. അതുപോലെ തന്നെ ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ മജ്ലിസിൽ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.